Good morning to all. ഈ വീഡിയോ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഫംഗ്ഷൻസിൻ്റെയും ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻസിൻ്റെയും ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻസിൻ്റെയും പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് തന്നെ പോവാം. ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ G21 of s at I2 equal to 0 and Z21 of s. Also find the driving point impedance Z11 of s എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ ഫിഗറും തന്നിട്ടുണ്ട്. ഇതിൽ G21 of s എന്ന് പറയുന്നത് ആക്ച്വലി വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ ആണ്. V2 of s ബൈ V1 of s ആണ്. ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷന് വേണ്ടി I2 equal to 0 എന്നും കൂടെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ സോ നമുക്ക് ഫസ്റ്റ് ഈ കേസ് തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. ഈ കേസിൽ V2 എന്ന് പറയുന്നത് ഈ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. ഇവിടെ കറണ്ട് ഈ I2 equal to 0 എന്നാണ്. ദാറ്റ് മീൻസ് 10 and 1/2s ആർ ഇൻ സീരീസ്. അപ്പോൾ 10ഉം 1/2s സീരീസ് ആണ്. സോ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഫിഗറിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടെ സിംപ്ലിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അതിൽ നിന്നും ഉണ്ടാകത്തില്ല. 10 1/2s ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് V2. ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് V1 ആയിട്ടും തന്നിട്ടുണ്ട്. സോ V1ൻ്റെ ഒരു റേഷ്യോ ആണ് V2 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ V2 of s equal to അപ്ലൈ ചെയ്തിരിക്കുന്ന ടോട്ടൽ വോൾട്ടേജ് V1 of s into 1/2s divided by 10 plus 1/2s. Right? So V2 of s by V1 of s equal to 1/2s ഉണ്ട്. ഡിനോമിനേറ്ററിലും 10 plus 1/2s ഉണ്ട്. സോ V1 of s ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. 1/2sനെ ആ ഫാക്ടറിനെ 2s കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ആണ്. സോ 1 divided by 20s plus 1. അതാണ് നമ്മുടെ G2 of 1s എന്ന് പറയുന്നത്. അതായത് I2 equal to 0 ആണ്. ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. I2 equal to 0 ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് Z21 of s ആണ്. റൈറ്റ്, Z21 of s എന്ന് പറയുന്നത് Z എന്ന് പറഞ്ഞാൽ V/I ആണ്. സോ E2 by I1 of s ആണ്. V2 of s by I1 of s ആണ് നമുക്ക് ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഈ കേസുകളിൽ I2 equal to 0 എന്ന് ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് I2 equal to 0 ആയിട്ട് കരുതാൻ കഴിയില്ല. ഇനി ഈ പ്രോബ്ലത്തിൽ ഈ ഒരു പോർഷൻ പല രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പോർഷൻ ഒരു ഡെൽറ്റ നെറ്റ്വർക്കാണ്. ഇതിനെ ഡയറക്റ്റ്ലി സ്റ്റാർ നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് മാറും. സോ ഈ ഡെൽറ്റ നെറ്റ്വർക്കിനെ തന്നെ ഞാൻ വരയ്ക്കുകയാണ്, കുറച്ചുകൂടെ വലുതായിട്ട് വരയ്ക്കുകയാണ്. 10 റൈറ്റ്, 20 1/2s ഇനി ഇതിനകത്ത് ഈ ഒരു ഡെൽറ്റ നെറ്റ്വർക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഒരു ഡെൽറ്റ നെറ്റ്വർക്കിനെ ഞാൻ സ്റ്റാർ നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സ്റ്റാർ നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഇതിൻ്റെ കറസ്പോണ്ടിങ്ലി ഇവിടെ വരുന്ന ഇമ്പിഡൻസസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. സ്റ്റാർ നെറ്റ്വർക്ക് ഞാൻ വരയ്ക്കുകയാണ്. ഇതിനകത്ത് ഇതിനെ ZA ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. സിമിലർലി ZB ആണിത്, സിമിലർലി ZCയും ആണ്. സോ ഇതിൽ ഫസ്റ്റ് വൺ ഇവാലുവേറ്റ് ചെയ്യാം. ZA നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ZA എന്ന് പറയുന്നത് ഇതിന് അടുത്തടുത്ത് വരുന്ന രണ്ട് ഇമ്പിഡൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് 10 into 20 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് നമുക്ക് ഇനിയുള്ള എല്ലാ കേസുകളിലും ടോട്ടൽ ഇമ്പിഡൻസ് ഇനിയുള്ള ബാലൻസ് ZA ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും ZB ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും ZC ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമുണ്ട്. സോ ആ ഫാക്ടറിനെ നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. 30 10 plus 20 plus 1/2s ആണ്. സോ 30 plus 1/2s. ഇത് നമുക്കൊന്ന് സർക്കിൾ ചെയ്ത് വെച്ചേക്കാം, കാരണം പിന്നീട് വീണ്ടും എല്ലാത്തിലും ഡിനോമിനേറ്റർ പോർഷൻ ഇത് തന്നെയാണ് വരുന്നത്. സോ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുമ്പം 200 divided by 60s plus 1 into
2s, right? So ZA നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് 400s divided by 60s plus 1, right? ഇനി ZB നെക്സ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ZB ഈക്വൽ ടു ഈ 10ഉം ഈ 1/2s മൾട്ടിപ്ലൈ ചെയ്യുക, അത് ന്യൂമറേറ്റർ പാർട്ടിൽ വരും. സോ 10/2s 10/2s, ഡിനോമിനേറ്റർ പാർട്ടിൽ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന 30 പ്ലസ് 1/2s. എഗെയിൻ ഇത് 2s കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ 2s കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ന്യൂമറേറ്റർ പാർട്ടിൽ നമുക്ക് 10 എന്ന് ഒബ്റ്റെയിൻ ചെയ്യും, റൈറ്റ്? 10 ഡിവൈഡഡ് ബൈ 2s കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60s പ്ലസ് 1. സോ ZB നമുക്ക് 10/60s പ്ലസ് 1 എന്ന് തോന്നുന്നു. സിമിലർലി ZC ഇവാലുവേറ്റ് ചെയ്യാം. ZC എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 1/2s. 20/2s എന്ന് പറയുമ്പോൾ 10/s ഡിവൈഡഡ് ബൈ അഗെയിൻ 30 പ്ലസ് 1/2s, റൈറ്റ്? അഗെയിൻ ഇതിൽ 2s കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 2s കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 60s പ്ലസ് 1. ZA, ZB, ZC നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ കറസ്പോണ്ടിങ്ങിലി ഡെൽറ്റയിൽ നിന്ന് മാറ്റിയ സ്റ്റാർ നെറ്റ്വർക്കിൻ്റെ ഫിഗർ വരയ്ക്കാം. ഫിഗർ ഈ ഫോമിൽ വന്നു. ഇങ്ങനെയായിട്ട് വന്നു, റൈറ്റ്? ഇത് ZA, ZB, ZC, ZA, ZB, ZC, V1, V2, I1, I2 ഉണ്ട്. അപ്പോൾ ഇനി Z21 V2f/I1 ആണ്. ബട്ട് Z21നെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ Z21 ഇതിപ്പോൾ രണ്ട് മെഷ് കണക്കാക്കി വന്നിട്ടുണ്ട്. Z21 എന്ന് പറയുന്നത് ഫസ്റ്റ് മെഷും സെക്കൻഡ് മെഷും തമ്മിൽ ഷെയർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ ഈ മെഷിൽ ZC ആണ് ആക്ച്വലി ഈ ഫസ്റ്റ് മെഷും സെക്കൻഡ് മെഷും ഉണ്ട്. ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I1, I2. സോ Z21 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ZC തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന 20/60s പ്ലസ് 1 ആയിരിക്കും ഇതിൽ Z21 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും, റൈറ്റ്? അത് വളരെ സിമ്പിളായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് Z11 ആണ്, റൈറ്റ്? Z11 എന്ന് പറയുന്നത് V1/I1 ആണ്. ബട്ട് ഇതേ കണക്ക് ഒരു മെഷിലേക്ക് മാറുമ്പം, മെഷ് കണക്കുള്ള സർക്യൂട്ടിലേക്ക് മാറുമ്പോൾ Z11 എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ ടോട്ടൽ, ഫസ്റ്റ് ലൂപ്പിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ZA പ്ലസ് ZC ആണ്. Z11 ഈക്വൽ ടു ZA പ്ലസ് ZC ആണ്. സോ ZA ഇവിടെ കിട്ടി, ZC ഇവിടെ ഉണ്ട്. സോ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസറായി 400s പ്ലസ് 20 ഡിവൈഡഡ് ബൈ 60s പ്ലസ് 1. ഇതാണ് Z11 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഫോമിൽ കൺവേർട്ട് എടുക്കാൻ പറ്റും. Z11 400s പ്ലസ് 20 ബൈ 60s പ്ലസ് 1 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് Z21 G21 ആൻഡ് Z11 എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അഗെയിൻ ലാസ്റ്റ് പ്രോബ്ലമായിട്ട് സിമിലർ ആണ്. ഈ തന്നിരിക്കുന്ന ലാഡർ നെറ്റ്വർക്കിൻ്റെ ഇത്രയും പോർഷൻസ്, റൈറ്റ്, ഒരു ഡെൽറ്റ നെറ്റ്വർക്കാണ്. ഇതിനെ നമുക്ക് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ആദ്യം ഈ ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടറിൻ്റെ വാല്യൂ 1 ഹെൻറി എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ S/L, ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി എസ് ആയിട്ട് തന്നെ വന്നു, എസ്. നെക്സ്റ്റ് കപ്പാസിറ്ററാണ്. കപ്പാസിറ്ററിൻ്റെ വാല്യൂ 1 ഫാരഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 1/SC ആണ്. സോ അതും 1/S ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അഗെയിൻ ഇവിടെ 1/S ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ഇങ്ങനെയുള്ള ഈ ഡെൽറ്റ നെറ്റ്വർക്കിനെയാണ് നമ്മൾ സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ സ്റ്റാർ നെറ്റ്വർക്കിനാണ് ഇതിനകത്തോട്ട് വരയ്ക്കുകയാണ്. സ്റ്റാർ നെറ്റ്വർക്ക് ഈ രീതിയിൽ കണക്റ്റഡ് ആവും. ഇനി ഇതിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ZA, ZB ആൻഡ് ZC ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ZA എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇതിൻ്റെ അടുത്തടുത്തുള്ള രണ്ട് എലമെൻറ്റ്സ്, അതായത് ഈ കപ്പാസിറ്ററിൻ്റെ ഇൻഡക്ടറിൻ്റെ എഫക്റ്റീവായിട്ടുള്ള ഇമ്പിഡൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ S × 1/S,
ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ്. ടോട്ടൽ ഇമ്പിഡൻസ് ഡിനോമിനേറ്റർ പാർട്ടാണ്. ആ ഡിനോമിനേറ്റർ പാർട്ട് ഈ പറയുന്ന ഇസഡ് ഇസഡ് ബി ഇസഡ് സിക്ക് കോമൺ ആണ്. സോ അതുകൊണ്ട് ഞാൻ അത് ആദ്യം സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. എസ് പ്ലസ് 1/s പ്ലസ് 1/s ദാറ്റ് ഈസ് ഈക്വൽ ടു 2/s. സോ കോമൺ എസ് സ്ക്വയർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് ആയിട്ട് വന്നു. എസ് സ്ക്വയർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് ആയിട്ട് ഞാൻ റിലേറ്റ് ചെയ്യാണ്. അതിനെ നമുക്ക് ഇതിനെ എസ് സ്ക്വയർ പ്ലസ് 2/s ആയിട്ട് ഞാൻ ഡിനോമിനേറ്റർ പാർട്ടിനെ റിലേറ്റ് ചെയ്യുന്നു. ഇനി ഇത് കൊണ്ടൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എസ് സ്ക്വയർ പ്ലസ് 2/s എസ് ദിവസം പോകുന്നു. സോ ഇസഡ് എ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 ആയിട്ട്. ഇസഡ് എ ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. സിമിലർലി ഇസഡ് ബി ഇവാലുവേറ്റ് ചെയ്യാം. ഇസഡ് ബി എന്ന് പറയുന്നത് എഗെയിൻ സെയിം ആൻസർ തന്നെ വരും. ഈ രണ്ട് എലമെന്റ് തന്നെയാണ് ഈ ഇവിടെ നോക്കുമ്പോഴുള്ള എലമെന്റ്. സോ ഇസഡ് ബി ഓൾസോ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 ആയിട്ട് വന്നു. സോ നെക്സ്റ്റ് ഇസഡ് സി നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇസഡ് സി ഈക്വൽ ടു ദിസ് കപ്പാസിറ്റി 1/s ഇൻറ്റു 1/s. സോ 1/s സ്ക്വയർ ഡിവൈഡഡ് ബൈ നേരത്തെ കിട്ടിയ ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് 2/s. എസും ഈ എസ് സ്ക്വയറിൻ്റെ ഒരു എസും മാറ്റുന്നു. സോ 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2 എന്ന് വന്നു. അല്ലെങ്കിൽ 1/s ക്യൂബ് പ്ലസ് 2s ആയിട്ട് നമുക്കതിനെ റിലേറ്റ് ചെയ്യാം. ഇനി ഇതിനെ ഈ രീതിയിൽ ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് കൊണ്ടുള്ള ഈക്വലന്റ് ഫിഗറിലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ടായിരുന്നു, 1 ആണ്. എഗെയിൻ അതിൻ്റെ വാല്യൂ SL ആണ്. സോ എസ് ആയിട്ട് തന്നെ ഒബ്റ്റെയിൻ ചെയ്തു. നെക്സ്റ്റ് ഇസഡ് എ വന്നു. റൈറ്റ്, ഇസഡ് എ വന്നു. നെക്സ്റ്റ് ഇസഡ് ബി, അത് കഴിഞ്ഞ് ഇസഡ് സി വന്നു. ഇസഡ് എ, ഇസഡ് ബി, ഇസഡ് സി, V2, V1, I2 0 ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. I1 മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിലെ ഫസ്റ്റ് വൺ Z21 ഓഫ് എസ് ആണ്. Z21 ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെഷും സെക്കൻഡ് മെഷും ഷെയർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. സോ ഇവിടെ ഷെയർ ചെയ്യുന്ന വാല്യൂ വേറെ ഒന്നുമില്ല, ഇസഡ് സി തന്നെയാണ്. ഇസഡ് സി നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് 1/s ഇൻറ്റു അല്ലെങ്കിൽ 1/s ക്യൂബ് പ്ലസ് 2s ആയിട്ട് മാറി. സോ Z21 ഓഫ് എസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 1/s ക്യൂബ് പ്ലസ് 2s ആയിട്ട് വരും. നെക്സ്റ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് G21 ഓഫ് എസ് ആണ്. റൈറ്റ്, G21 ഓഫ് എസ് ആണ് നെക്സ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു V2 ഓഫ് എസ് ഡിവൈഡഡ് ബൈ V1 ഓഫ് എസ് ആണ്. റൈറ്റ്, സോ അത് വേറെ ഒന്നുമല്ല, V2 ഓഫ് എസ് ബൈ V1 ഓഫ് എസ് എന്ന് പറയുന്നത് V2 ഇവിടുത്തെ വോൾട്ടേജ് ആണ്, ഈ ടെർമിനലിൻ്റെ വോൾട്ടേജ് ആണ്. V1 ഇവിടുത്തെ വോൾട്ടേജ് ആണ്. ഇതിൽ I2ൻ്റെ കാരണത്താൽ ഒരു കറണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇസഡ് ബി എന്ന് പറയുന്നത് സർക്യൂട്ടിൽ ഇല്ലാത്ത ഒരു എഫക്റ്റ് ആണ്. കാരണം ഇവിടെ നിന്ന് ഒരു കറണ്ട് ഫ്ലോയും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസഡ് ബി എന്ന് പറയുന്നത് സർക്യൂട്ടിലില്ല. ഇവിടെ നിന്ന് വരുന്ന കറണ്ട് കംപ്ലീറ്റ് ഈ ഒരു പാത്തിലൂടെ പോകത്തുള്ളൂ. സോ നമുക്ക് ഇതിനെ V2 ഓഫ് എസിനെ I1 ഓഫ് എസ്, V2 ഓഫ് എസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾട്ടേജ് ആണ്, ഇൻറ്റു ഇസഡ് സി ഡിവൈഡഡ് ബൈ അഗെയിൻ I1 ഓഫ് എസ്. ഒറ്റ കറണ്ട് മാത്രമേ ഉള്ളൂ. ടോട്ടൽ ഇമ്പിഡൻസ് അതായത് എസ് പ്ലസ് ഇസഡ് എ പ്ലസ് ഇസഡ് സി. I1 ഓഫ് എസ് പോയി. സോ വേറെ ഒന്നുമല്ല, ഇസഡ് ഓഫ് സി നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ്. ഈ എസ് പ്ലസ് ഇസഡ് എ പ്ലസ് ഇസഡ് സി ആണ്. അതും കൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സോ ഈ ഇസഡ് എ, ഇസഡ് ബി, ഇസഡ് സി ഞാൻ മുകളിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. G21 ഓഫ് എസ് ഈക്വൽ ടു ഇസഡ് സി ദാറ്റ് ഈസ് 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ഇസഡ് എ പ്ലസ് ഇസഡ് സി ആണ്. ഇസഡ് എ പ്ലസ് ഇസഡ് സി ആണ്. സോ അതിനെ ഞാൻ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2 ആയിട്ട് കോമൺ ഡിനോമിനേറ്റർ എടുത്തു. ഇവിടെ എസിൻ്റെ ഒരു ആവശ്യം കൂടെ വരും. ഇപ്പം ഇസഡ് എ വന്നു. നെക്സ്റ്റ് ഇസഡ് സി എന്ന് പറയുന്നത് 1 ആണ്. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 1. ഈ ഡിനോമിനേറ്റർ ഇവിടെ കോമൺ ആക്കുന്നു. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/s⁴ പ്ലസ് 2s സ്ക്വയർ പ്ലസ് s സ്ക്വയർ പ്ലസ് 1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/s⁴ പ്ലസ് 3s സ്ക്വയർ പ്ലസ് 1 എന്ന് നമുക്ക് G21 ഓഫ് എസ് ഒബ്റ്റെയിൻ ചെയ്തു.
നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് Z11 ഓഫ് എസ് ആണ്, റൈറ്റ്. Z11 ഓഫ് എസ് അത് വേറെ ഒന്നുമല്ല, ഈ ടോട്ടൽ, ഈ ഫസ്റ്റ് മെഷീൻ്റെ ടോട്ടൽ ഇമ്പിഡൻസിൻ്റെ സമ്മാണ്. ദാറ്റ് ഈസ് എസ് പ്ലസ് ZA പ്ലസ് ZC ആണ്. സോ എസ് പ്ലസ് ZA പ്ലസ് ZC ആണ്. ZA പ്ലസ് ZCയിൽ കോമൺ ആയിട്ട് എസ് ഇൻറ്റു നേരത്തെ എഴുതിയ കണക്ക് എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അഗെയിൻ ഇവിടെ ഒരു എസ് സ്ക്വയർ കൊടുക്കുന്നു പ്ലസ് 1, റൈറ്റ്. സോ അത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പം എസ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് 2s. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എസ് റൈസ് ടു 4 പ്ലസ് ഇവിടെ 2s സ്ക്വയർ ഉണ്ട്, അഗെയിൻ ഇവിടെയും ഒരു എസ് സ്ക്വയർ ഉണ്ട്. സോ 3s സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് 2s എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. സോ Z11 ഓഫ് എസ് നമുക്ക് ഈ രീതിയിൽ ഒബ്റ്റെയിൻ ചെയ്യും, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഫോർ ദ റെസിസ്റ്റീവ് ടു പോർട്ട് നെറ്റ്വർക്ക് ഫൈൻഡ് G21 ഓഫ് എസ്, Y21 ഓഫ് എസ്, Z21 ഓഫ് എസ് ആൻഡ് α21 ഓഫ് എസ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ എസ് ഡൊമൈനിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് പ്യുവർലി റെസിസ്റ്റീവ് ആയതുകൊണ്ട് എസിൻ്റെ എഫക്റ്റ് ഒന്നും തന്നെ വരത്തില്ല. റെസിസ്റ്റർ ഫ്രീക്വൻസിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. സോ ഈ വരുന്ന ഒരു പോർഷനെ ഞാൻ കൺവേർട്ട് ചെയ്യണം. അതിനെ ആദ്യം അങ്ങ് സിംപ്ലിഫൈ ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് തന്നെ ഉള്ള ഈ ഒരു പോർഷനെ ഞാൻ എടുക്കുകയാണ്, റൈറ്റ്. അപ്പോൾ അത് ഒരു ഡെൽറ്റ നെറ്റ്വർക്കാണ്. ഈ ഡെൽറ്റ നെറ്റ്വർക്ക് 2 1 അഗെയിൻ 1, റൈറ്റ്. ഇങ്ങനെയുള്ള ഒരു ഡെൽറ്റ നെറ്റ്വർക്കാണ്. ഈ ഡെൽറ്റ നെറ്റ്വർക്കിൻ്റെ ഇവിടുത്തെ വാല്യൂ ഇത് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഡയറക്റ്റ്ലി റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാം, ഇമ്പിഡൻസ് ആക്കണ്ട. സോ ഇതിൽ ഈ വാല്യൂ RA RB RC RA ഈക്വൽ ടു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതിൻ്റെ വാല്യൂ 1 ആണ്. സോ 4, ദാറ്റ് ഈസ് RA ഈക്വൽ ടു 1/2 എന്ന് വന്നു, റൈറ്റ്. സിമിലർലി RBയും അത് തന്നെയായിരിക്കും, 2ഉം 1ഉം തമ്മിലാണ് ഇവിടെയും ചെക്ക് ചെയ്യുന്ന. സോ RBയും 1/2 എന്ന് വന്നു. നെക്സ്റ്റ് RC ഈക്വൽ ടു ന്യൂമറേറ്റർ പാർട്ടിൽ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 4. സോ RC മാത്രം 1/4 എന്ന് വന്നു. അപ്പോൾ ആ ഫിഗറിൽ ആ ഒരു ചേഞ്ച് വരുത്തുകയാണ്. ഫിഗറിൽ ആ ചേഞ്ച് വരുത്തുമ്പോൾ, റൈറ്റ്, 1/2 1/2 1/4. ഇനി ബാലൻസ് ഉള്ളതും കൂടെ ഈ സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, സോ ഇപ്പം നമുക്ക് 1/2 ഇവിടെ വന്നു, താഴോട്ട് ഒരു 1/4 വന്നു, ഇങ്ങോട്ടൊരു 1/2 ഉണ്ട്. ഇനി ആ 1/2 സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് വരയ്ക്കാം. ഇവിടെ ഒരു 2ഉം കൂടെ വന്നു. അപ്പോൾ നമ്മുടെ ഫിഗർ ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്, 2 1 2. എഗെയിൻ നമ്മൾ ഈ പോർഷൻ നോക്കുമ്പോൾ ഇത് അടുത്ത ഒരു ഡെൽറ്റ നെറ്റ്വർക്കാണ്. ഇതിൻ്റെ വാല്യൂ 2 ആണ്, റൈറ്റ്. ഓക്കെ, ഇത് അടുത്ത ഡെൽറ്റ നെറ്റ്വർക്കാണ്. സോ ആ നെറ്റ്വർക്കിനെ നമുക്ക് ഒന്ന് വലുതായിട്ട് ആദ്യം വരയ്ക്കാം. ആൻഡ് ഈ ലെഗിൽ 2.5 ഓം ഉണ്ട്. സിമിലർലി ഇങ്ങോട്ട് വരുമ്പം 1/4. സോ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 2 അല്ല, അത് 1 തന്നെയായിരുന്നു, 1 ആയിരുന്നു. സോ അത് ഈ 1 ഓം ആണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്. അത് എഴുതിയാലും പറ്റിയ മിസ്റ്റേക്കാണ്, 1 ഓം ആണ്. സോ ഇനി നമുക്കതിനെ നോക്കാം. 1/4 1/2 പ്ലസ് 2 2.5. നെക്സ്റ്റ് ഇവിടെ ഒരു 1 ഓം ഉണ്ട്. ഇനി ഇതിനെ അഗെയിൻ ഡെൽറ്റയാണ്, ആ വൈയിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. വൈയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ റെസിസ്റ്റൻസ്, ആക്ച്വലി ഈ റെസിസ്റ്റൻസ് RA ഈക്വൽ ടു RA RB RC RA ഈക്വൽ ടു 1/4 ഇൻറ്റു 2.5 1/4 ഇൻറ്റു 5/2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അത് 1 പ്ലസ് 3.5 പ്ലസ് 0.25 3.75.
സോ ആർ എ ആ സമയത്തുള്ള നമ്മൾക്ക് ആർ എ ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യുന്നത് 1/6 എന്ന് തോന്നുന്നു, റൈറ്റ്, 1/6 എന്ന് തോന്നുന്നു. സിമിലർലി ആർ ബി ഇവാലുവേറ്റ് ചെയ്യുക, 2.5ഉം 2.5 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3.75. സോ അത് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് 2/3 എന്ന് ഒപ്റ്റെയിൻ ചെയ്യും, റൈറ്റ്. സിമിലർലി ആർ സി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം 1/4 ഇൻറ്റു 1/4 ഡിവൈഡഡ് ബൈ 3.75 കോമൺ ഡിനോമിനേറ്റർ. സോ ആർ സി ഒപ്റ്റെയിൻ ചെയ്യുന്നത് 1/15 എന്നുമാണ്, 1/15 എന്ന് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യും. സോ നെക്സ്റ്റ് അപ്പം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ഫിഗർ നമുക്കൊന്ന് ഡ്രോ ചെയ്യാൻ പറ്റും. ഫൈനൽ ഫിഗർ ഞാൻ ഡ്രോ ചെയ്യാണ്. നിങ്ങൾക്ക് 1/2 വന്നു, പിന്നെ അതിനോടൊപ്പം ഇപ്പോൾ ഒരു 1/6 വന്നു. അപ്പോൾ അത് അങ്ങനെ അറിയിക്കാം. 1/2 1/6 വന്നു. നെക്സ്റ്റ് താഴോട്ടുള്ളത് ആർ സി ആണ്. ആർ സി ഇപ്പോൾ 1/15 എന്ന് വന്നു, 1/15 എന്ന് വന്നു. നെക്സ്റ്റ് അടുത്ത ലെഗിൽ ഇപ്പോൾ നമുക്ക് ആർ ബി 2/3 വന്നു. നെക്സ്റ്റ് ഒരു പാരലായിട്ട് 1 വന്നു, റൈറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് നോക്കി. ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് V2, ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് V1. സിമിലർലി I1 I2 എല്ലാം തന്നെ തന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ റീഡ്രോ ചെയ്യാണ്. 1/2 വിത്ത് 1/6 ആണ്. അതിനെ ഞാൻ കോമൺ അതിൻ്റെ വാല്യൂ അങ്ങ് എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. 1/2 പ്ലസ് 1/6 നമുക്ക് 2/3 എന്ന് തോന്നുന്നു, 2/3 എന്ന് വന്നു, റൈറ്റ്. ഇനി ഇവിടെ ഒരു കറക്ഷൻ കൂടെ ഉണ്ടായിരുന്നു. 2/3 പ്ലസ് 2 ആയിരുന്നു. 2 and 2/3 എന്നാണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് G21 ആണ്. G21 Z21 Y21 alpha21 ആണ്. അപ്പം ഞാനിത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാണ്. ഇവിടെ ഞാനൊരു ടെസ്റ്റ് സോഴ്സ് ആയിട്ട് ഒരു 1 ആംപിയർ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഈ G21 Z21 Y21 alpha21 എന്ന് പറയുന്ന എല്ലാം റേഷ്യോസ് ആണ്, 2 എലമെൻസിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ ഉള്ള അൺനോൺ പാരാമീറ്റേഴ്സ് V1 V2 I1 I2 ആണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാനങ്ങ് നോൺ പാരാമീറ്റർ ആക്കാൻ 1 ആംപിയർ അങ്ങ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ബാലൻസ് ഉള്ള 3 പാരാമീറ്റേഴ്സ് മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതിയാകും. അതിനോടൊപ്പം ഇതെല്ലാം നേരത്തെ പറഞ്ഞ കണക്ക് റേഷ്യോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൈനൽ ആൻസറിൽ ഒരു ഡിഫറൻസും ഇത് ഉണ്ടാക്കുന്നില്ല. അപ്പം ഇനി ഇതിലോട്ട് തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ I1 = 1 ആംപിയർ ആയിട്ട് അപ്ലൈ ചെയ്തു. I1 = 1 ആംപിയർ. ഇനി ബാലൻസ് ഉള്ള എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആൻസറായി. I2 ഇങ്ങനെ പോയിരുന്ന കറണ്ട് ആയിരുന്നു I2, റൈറ്റ്. I1 1 ആംപിയർ, I2 കാൽക്കുലേറ്റ് ചെയ്യാം. I2 എന്ന് പറയുന്ന കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുക. I2 നെഗറ്റീവ് ഡയറക്ഷൻ ആണ്, സോ -1 ഇൻറ്റു ഇവിടം വരെ 1 ആംപിയർ വന്നു. ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് 1/15 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 1/15 പ്ലസ് 1 പ്ലസ് 2 and 2/3. സോ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം -0.0175 ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും. ഓക്കെ. ഇപ്പോൾ I2 ഒപ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഒരു പാരാമീറ്ററും കൂടെ നോൺ ആക്കി. നെക്സ്റ്റ് നമുക്ക് V1 ഇവാലുവേറ്റ് ചെയ്യാം. V1 എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ഇമ്പിഡൻസ് ആണ്. കറണ്ട് 1 ആംപിയർ ആണ്. ടോട്ടൽ ഇമ്പിഡൻസ് എടുക്കുക 2 and 2/3 പ്ലസ് 1 പാരലൽ വിത്ത് 1/15 പ്ലസ് 2/3. ഈ 2/3 കൂടി ഇവിടെയും കൂടി ഒരു ബ്രാക്കറ്റ് അനുസരിച്ച്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം V1 ഒപ്റ്റെയിൻ ചെയ്തു. V1 = 0.732 എന്ന് പോകും. സോ ഒരു പാരാമീറ്ററും കൂടെ നോൺ ആക്കി. നെക്സ്റ്റ് V2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. V2 കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ V2 നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. V2 എന്ന് പറയുന്നത് I1 റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. V2 എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾട്ടേജ് ആണ്. ഈ വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇവിടുത്തെ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. V2ൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെയാണ്. I2 ഓപ്പോസിറ്റ് വേയിൽ പോകുന്നുണ്ട്. സോ V2 എന്ന് പറയുന്നത് ഇതിനെ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതുന്നതാണ്. സോ 0.0175. ഇത് 4 പാരാമീറ്റേഴ്സും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യും. സോ ഫസ്റ്റ് വണ്ണിലേക്ക് പോവാം. ഫസ്റ്റ് വൺ G2 of 1
G2 of 1 എന്ന് പറയുന്നത് V2 by V1 ആണ്. V2 V1 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ കിട്ടി. G2 of 1 equal to 0.0175 ഡിവൈഡഡ് ബൈ 0.732 ആണ്. സോ നമുക്ക് G2 ഒബ്റ്റെയിൻ ചെയ്യുന്നത് 0.0239 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. 0.0239 ആയിട്ട് നമുക്ക് ഫസ്റ്റ് വൺ G21 ഒബ്റ്റെയിൻ ചെയ്തു. സിമിലർലി നെക്സ്റ്റ് വൺ Z21 ആണ്. Z21 ദാറ്റ് ഈസ് ഇക്വൽ ടു V2 ബൈ I1. അത് V2 തന്നെയായിട്ട് വരും. V2 എന്ന് പറയുന്നത് 0.0175 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. സോ നെക്സ്റ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് Y21 ആണ്. Y21 ഞാൻ ഇവിടെ എഴുതുകയാണ്. Y21 ഈക്വൽ ടു I2 ബൈ V1 ആണ്. I2 നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് -0.0175 ഡിവൈഡഡ് ബൈ V1. V1 എന്ന് പറയുന്നത് നമുക്ക് ആൻസറിൽ ഒബ്റ്റെയിൻ ചെയ്ത 0.732. അതായത് നേരത്തെ കിട്ടിയ ആൻസറിനെ നെഗറ്റീവ് സൈൻ ചെയ്ത് എടുത്താൽ മതി. -0.0239 എന്ന് വന്നു. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ ആണ്. ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട α21 ഓഫ് എസ് ആണ്. α21 ഓഫ് എസ് എന്ന് വെച്ചാൽ I2 ബൈ I1 ഓഫ് എസ് ആണ്. അഗെയിൻ I2 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ബൈ I1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -0.0175 ബിക്കോസ് I1 നമ്മൾ 1 ആംപിയർ ആയിട്ടാണ് അപ്ലൈ ചെയ്തിരുന്നത്. സോ നമ്മുടെ ആൻസേഴ്സ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത് G21 0.0239, Z21 equal to 0.0175, Y21 equal to -0.0239 and α21 equal to -0.0175 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇതിൽ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് α21 ഓഫ് എസ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഫിഗർ തന്നിരിക്കുന്നുണ്ട്. ഈ ഫിഗറിൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ഉണ്ട്. ഇത് 2IA എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സാണ്. ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സാണ്. കറൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് സോഴ്സാണ്. കറണ്ട് IA ആയിട്ട് ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്നതാണ്. സിമിലർലി അഗെയിൻ ഇതൊരു കറണ്ട് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സാണ്. I1 എന്ന് പറയുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കറണ്ട് സോഴ്സാണ്. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യനിൽ I1 ഇവിടെ അപ്ലൈ ചെയ്യുന്നു. I2 ബൈ I1 ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. α21 വേറൊന്നുമല്ല, I2 ബൈ I1 ആണ്. നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ എസിന് സിഗ്നിഫിക്കൻസ് ഇല്ല. കാരണം എല്ലാം തന്നെ റെസിസ്റ്റീവ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ ചെയ്ത കണക്ക് I1ന് 1 ആംപിയർ ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്യാം. I1 1 ആംപിയർ ആക്കുക. റൈറ്റ്. അപ്പോൾ ഇത് ഈ ഫിഗറിൽ അതിനെ ഞാൻ 1 ആംപിയർ ആയിട്ട് ചേഞ്ച് ചെയ്ത് എഴുതുകയാണ്. സോ 1 ആംപിയർ റൈറ്റ് 1 ആംപിയർ ആയിട്ട് ചേഞ്ച് ചെയ്ത് എഴുതും. ഇനി ഇതിൽ ഞാൻ നെക്സ്റ്റ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസിനെ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ സീരീസ് ആയിട്ട് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ നോഡിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ നോഡ് അനാലിസിസ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരിക്കലും നോഡ് അനാലിസിസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒരു സോഴ്സ് ഒരു വോൾട്ടേജ് സോഴ്സ് കൊണ്ടുവന്ന് നോഡുകളുടെ ഇടയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് എനി റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു സൂപ്പർ നോഡ് അനാലിസിസിലേക്കൊക്കെ പോകേണ്ടി വരും, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസിനെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസിലായിട്ട് മാറ്റുന്നത്. അതിനോടൊപ്പം I1 1 ആംപിയർ അപ്ലൈ ചെയ്യുന്ന റീസൺ ലാസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞത് തന്നെയാണ്. 4 പാരാമീറ്റേഴ്സ് ആണുള്ളത്. I1 I2 V1 V2 ഇതിൻ്റെ റേഷ്യോസ് ആണ് ഇതിലെല്ലാം കാൽക്കുലേഷൻ വരുന്നത്. അതിൽ ഒരു പാരാമീറ്റർ നോൺ ആക്കുമ്പം റേഷ്യോസ് ആണ് എടുക്കുന്നത് പറഞ്ഞു. അതുകൊണ്ട് ആൻസറിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ബാലൻസ് ഉള്ളത് നമുക്ക് എളുപ്പം ഒബ്റ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ പറഞ്ഞൊരു കൺസെപ്റ്റിൽ ഈ ഫിഗറിൽ ഞാൻ അത് മോഡിഫൈ ചെയ്യുകയാണ്. സോ ഫിഗറിൽ ഞാനത് മോഡിഫൈ ചെയ്യുമ്പോൾ ഫിഗറിലേക്ക് അത് മോഡിഫൈ ചെയ്യാം. ഇവിടെ ഞാൻ മോഡിഫൈ ചെയ്തിട്ട് ഉള്ളതാണ് വരയ്ക്കുന്നത്. ഇവിടെ ഒരു 1 ഓം വന്നു. കാരണം 1 ഓം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ്. നെക്സ്റ്റ് ഒരു വോൾട്ടേജ് സോഴ്സ് വന്നു പ്ലസ് മൈനസ് 1 വോൾട്ട്. സോ നമ്മുടെ മോഡിഫൈഡ് ഫിഗർ ഇപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഒബ്റ്റെയിൻ ചെയ്ത് വരും. ഇനി വേറൊന്നുമല്ല, ഇവിടെ നോഡ് അനാലിസിസ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. സോ നോഡ് അനാലിസിസ് അപ്ലൈ ചെയ്യാം. വി ഇത് പോസിറ്റീവാണ് കാണുന്നത്. സോ V - 2IA - 1 V - 2IA - 1 by 1 plus V by 1 plus V. ഈ നോഡും സെയിം ആണ്. അത് ഈ V2 ആയിട്ട് തന്നിട്ടുണ്ട്. സോ V - V2 by 2 റൈറ്റ്. ഇനി സിമിലർ ഈക്വൽ ടു 0
സിമിലർലി രണ്ടാമത്തെ നോഡിൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണ്. V2 എന്ന് പറയുന്ന ഈ നോഡിൻ്റെ എക്സ്പ്രഷൻസ് എഴുതുകയാണ്. കളർ ഒന്ന് ചേഞ്ച് ചെയ്യും. ഓക്കെ, V2 മൈനസ് V ബൈ V2 minus V by 2, right? V2 minus V2 minus V by 2 plus V2 by 1 equal to 1 by 2. കാരണം I1 1 ആംപിയർ ആയി, സോ അതുകൊണ്ടാണ് 1 by 2 ആയത്. കാരണം ഈ 1 by 2 എന്ന് പറയുന്ന I1 by 2 എന്ന് പറയുന്ന കറണ്ട് നോഡിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. സോ അതുകൊണ്ട് 1 by 2 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. V2ൻ്റെ ടേംസ് കോമൺ എടുക്കുകയാണ്. 1 by 2 plus 1, 1.5 equal to 1 by 2 plus V by 2. ഇതിൽ വിയുടെ ടേംസിൽ എഴുതാം. കാരണം വി ഇൻ്റർമീഡിയറ്റ് വോൾട്ടേജ് ആണ്. നമുക്ക് വേണ്ടത് I1, I2, V1, V2 ആണ്. സോ V ഈക്വൽ ടു ഇത് 1 V ഈക്വൽ ടു 1 by 2 കോമൺ ആയിട്ട് എടുക്കുകയാണ്. 2 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ 3 ഇൻറ്റു V2 മൈനസ് 1 ആയിട്ട്. ഇത് ഇക്വേഷൻ 1 ആയിട്ട് ഞാൻ റിലേറ്റ് ചെയ്യാം. റൈറ്റ്. സിമിലർലി ഇനി ആദ്യത്തെ ഇക്വേഷനിലേക്ക് പോവാം. ആദ്യത്തെ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷനാണ് ഞാൻ ഇതിനെ ഇക്വേഷൻ 1, ഇതിനെ ഇക്വേഷൻ 2 ആയിട്ട് റിലേറ്റ് ചെയ്യും. അതായിരിക്കും കുറച്ചുകൂടെ ഫെയർ. ഫസ്റ്റ് ഇക്വേഷനിൽ ഈ V കോമൺ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. സോ 1, ഇവിടെ അടുത്ത 1, ഇവിടെ അടുത്ത 1 by 2. സോ 1 plus 1 plus 1 by 2. അടുത്ത V2 എടുക്കുകയാണ്. മൈനസ് V2 by 2. ഇനി അടുത്ത ടേം എന്ന് പറഞ്ഞാൽ 2IA ആണ്. അത് മൈനസ് 2IA എന്നാണ് അവിടെ ഉള്ളത്. IA എന്ന് പറയുന്നത് ഈ രീതിയിൽ പോകുന്ന കറണ്ടാണ്. റൈറ്റ്. IA വിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. റൈറ്റ്. V ഈക്വൽ ടു മൈനസ് IA ആണ്. കാരണം V എടുത്തിരിക്കുന്നത് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആയിട്ടാണ്. സോ അതുകൊണ്ട് V ഇൻ ടേംസ് ഓഫ് IA എന്ന് പറയുമ്പോൾ അവിടെ കൂടെ പോകുന്ന കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ്. മൈനസ് IA ഇൻറ്റു 1 ആണ്. സോ മൈനസ് IA ആണ്. അത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ പ്ലസ് 2V എന്ന് വരും. മൈനസ് 2IA എന്ന് പറയുന്നത് പ്ലസ് 2V ഈക്വൽ ടു 2IA കഴിഞ്ഞ് ഇനി അവസാനത്തെ ടൈം ഈക്വൽ ടു 1. ഇത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പം V ഇൻറ്റു 1 പ്ലസ് 1, 1 പ്ലസ് 1 2, 2.5, ഇവിടെ ഒരു 2 കൂടെ ഉണ്ട്. സോ 4.5 മൈനസ് V2 by 2 ഈക്വൽ ടു 1. സോ വിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ 2 കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 അപ്ലൈ ചെയ്യുമ്പം 3V2 മൈനസ് 1 ഇൻറ്റു 4.5 മൈനസ് V2 by 2 ഈക്വൽ ടു 1. സോ ഇത് സിംപ്ലിഫൈ ചെയ്യാം. V2 കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. V2 കോമൺ ആയിട്ട് എടുക്കുകയാണ് ഞാൻ. അഗെയിൻ 3 ഇൻറ്റു 4.5 മൈനസ് 0.5 ഈക്വൽ ടു 1 ഉണ്ട്. അതിനോടൊപ്പം ഇവിടെ ഈ മൈനസ് 1 ഇൻറ്റു 4.5 ചെയ്യുമ്പോൾ ഒരു മൈനസ് 4.5 റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്തുമ്പോൾ പ്ലസ് 4.5. സോ V2 ഈക്വൽ ടു 5.5 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4.5, 9 പ്ലസ് 4.5 13.5 മൈനസ് 0.5 13. സോ V2 ഈക്വൽ ടു 5.5 by 13 or 11 by 26 എന്ന് തോന്നും. V2 റൈറ്റ്. V2 11 by 26 എന്ന് തോന്നും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് I2 by I1 ആണ്. സോ I2 എന്ന് പറയുന്നത് ഈ രീതിയിൽ പോകുന്ന കറണ്ടാണ്. ഇങ്ങനെ പോകുന്ന കറണ്ടായിട്ടാണ് തന്നിരിക്കുന്നത്. ഇവിടെ അത് ഓപ്പൺ സർക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒന്നും ഒരു അഡീഷണൽ കറണ്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ I2 V2 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പോസിറ്റ് വേയിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ I2 ഈക്വൽ ടു മൈനസ് V2 by 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 11 by 26. മൈനസ് 11 by 26 കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരുന്നത് ആൽഫ 21 ആണ്. ആൽഫ 21 എന്ന് പറയുന്നത് I2 by I1 ആണ്. I1 ഇപ്പോൾ 1 ആണ്. അപ്ലൈ ചെയ്തിരിക്കുന്ന കറണ്ട് സോഴ്സ് 1 ആംപിയർ ആണ്. സോ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് മൈനസ് 11 by 26 ആയിട്ട് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യും.